ഞാൻ ഇവിടെ ഒരു ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ വത്സരം എന്നൊക്കെ ഇവിടെ പറയും. അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഗോതമ്പ് പൊടി ഒരേ അളവിലെല്ലാം എടുക്കണം. അരിപ്പൊടി എല്ലാം ഒരേ അളവിലാണ്. മൈദ, ഇത് റവ, എല്ലാം ഒരേ അളവിൽ വേണം എടുക്കാം. ഇപ്പം മൈദ മാവ്, ഗോതമ്പ് മാവ്, അരിപ്പൊടി, റവ, ഇത് മൂന്നുമാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ച് 5 മിനിറ്റ് വെക്കണം. 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം. ആവശ്യമായ ഉപ്പും ചേർത്ത് ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവ് ഇവിടെ കുഴച്ച് വെച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് വെച്ചു. പിന്നെ വട്ടയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. വട്ടയിലയിൽ ഞാൻ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇത് ഇളവി വരാനേ, ഇലയപ്പം ഇളവി വരാനൊരു അല്ലെങ്കിൽ പാടായിരിക്കും. എണ്ണ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളവി വരും. പിന്നെ തേങ്ങയും ശർക്കരയും ഞെവിടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിരത്തിയിട്ട് വട്ടയിലയിൽ ഇതുപോലെ നന്നായിട്ട് നിരത്തി നല്ല ഒരു സൈഡിൽ ഈ തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ചത് വെച്ച് ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റാകും. ഒരു ഗോതമ്പ് മാവ് മാത്രം വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഈ മൈദ മാവും അരിപ്പൊടിയും റവയും ഇതും എല്ലാം കൂടെ ഗോതമ്പ് മാവ് കൂടെ ചേർത്ത് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങളതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. ഇലയപ്പം എല്ലാം ഇഡ്ഡലി കുട്ടത്തിനകത്താക്കി ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുകൂടെയൊക്കെ ഒന്ന് വേവുമ്പം തിരിച്ചിട്ട് കൊടുക്കും. വട്ടയിലയിലായതുകൊണ്ട് പെട്ടെന്ന് വേവും. വാഴയിലണക്കല്ല, പെട്ടെന്ന് വേവും. ഇലയപ്പം റെഡിയായിട്ടുണ്ട്. ഇത് വേവുമ്പോഴത്തേക്ക് ഈ പച്ച കളറൊക്കെ ഇലയുടെ അങ്ങ് മാറും. ഇതെല്ലാം മാറി ഇത് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇലയപ്പം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇലയപ്പമാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്.